ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവഷ്ടമണിയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും, ഏറെ പ്രത്യേകമായി വിശുദ്ധവാരത്തിന്റെ എല്ലാ നന്മകളും പ്രാർത്ഥനാശംസകളും ഏവർക്കും നേരുന്നു. ക്രിസ്തു നടന്ന വഴിയിലൂടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുകയും നമ്മുടെ ജീവിത സഹനങ്ങളെ യേശുവിന്റെ സഹനങ്ങളുമായും ഉദ്ധാനവുമായും കൂട്ടി വിളക്കുകയും ചെയ്യുകയാണ് ഈ നാളുകളിലെ ആചരണങ്ങളിൽ നമ്മൾ ചെയ്യുന്നത്. സവിശേഷമായി ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർക്കുകയും അവിടുന്ന് എപ്രകാരമാണ് രക്ഷ പ്രദാനം ചെയ്തത് എന്നതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ആ രക്ഷയുടെ സദ്വാർത്തയായി ജീവിതം ആനുകാലിക ലോകത്തിന് അനുഭവപ്പെടുത്തുകയും ചെയ്യുകയാണ് നമ്മുടെ കടമയും ദൗത്യവും. ഈ ലോകത്ത് രണ്ട് തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാം. അടയാളങ്ങൾ അന്വേഷിക്കുന്നവരും വിജ്ഞാനം അന്വേഷിക്കുന്നവരും. യേശുവിനെ തേടുന്നവർ രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ് യേശുവിനെ തേടുന്നത്. ഒന്ന്, അത് അടയാളങ്ങൾ കാണാൻ വേണ്ടിയാണ്. ഈ അടയാളങ്ങൾ കാണുകയും അത്ഭുതങ്ങൾ അനുഭവിക്കുകയും അതിൽ അഭിരമിക്കുകയും ചെയ്യുക സ്വാഭാവികമായി ഏത് ദുർബല മനസ്സിനും വന്നു ചേരാവുന്നൊരു കാര്യമാണ്. മനുഷ്യർ സങ്കടങ്ങളിലും വിഷമങ്ങളിലും ഒക്കെ ആകുമ്പോൾ പ്രതീക്ഷിക്കുന്നത് ദൈവം എന്തെങ്കിലും പ്രത്യേകമായ അത്ഭുതത്തിലൂടെ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തി തരും എന്നാണ്. കണക്ക് പഠിക്കുമ്പോൾ നമുക്കൊക്കെ ആഗ്രഹം ഒരു കാൽക്കുലേറ്ററാണ്. കണക്ക് പഠിക്കുന്ന സമയത്ത് കൂട്ടാനും കിഴിക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും, ശ്രദ്ധിക്കേണ്ടി വരും, അഭ്യസനം ആവശ്യമായി വരും. ഈ അഭ്യസനങ്ങളെയും ക്ലേശങ്ങളെയും ഒന്നും നമുക്ക് സ്വീകരിക്കാൻ താല്പര്യമില്ല. നമുക്ക് എളുപ്പത്തിൽ ക്രിയ ചെയ്യാനാണ് ഇഷ്ടം. ഇതൊരു സ്വാഭാവിക മനസ്സാണ്. ജീവിത പ്രശ്നങ്ങളോടും അങ്ങനെ തന്നെയാണ്. ഏറ്റവും എളുപ്പത്തിൽ ക്രിയ ചെയ്യുക. അങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ക്രിയ ചെയ്ത് ഒരു ഉത്തരത്തിൽ എത്തിച്ചേരുക എന്നതാണ് സ്വാഭാവികമായി മനുഷ്യർക്കുണ്ടാകാവുന്ന ഒരു കാര്യം. മറ്റൊന്ന്, വിജ്ഞാനം അന്വേഷിക്കലാണ്. നാം പഠിക്കുന്ന കാര്യങ്ങളെ ഗൗരവത്തോടെ നാം പരിശോധിക്കുകയും ഏത് വിഷയത്തെയും എന്തുകൊണ്ട് എന്ന ചോദ്യം ഉപയോഗിച്ച് കീറി മുറിച്ച് ഏറ്റവും ആത്യന്തികമായ നിലപാടുകളിലേക്ക് എത്തിച്ചേരാൻ ജ്ഞാനാന്വേഷണം നമ്മെ സഹായിക്കും. ജീവിതത്തെക്കുറിച്ചും ഇങ്ങനെ ഒരു പരിശോധന എപ്പോഴും ആവശ്യമുണ്ട്. ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം, ജീവിതത്തിന്റെ അർത്ഥം, നാം എന്ന വ്യക്തി ഈ ലോകത്ത് എന്തായിരിക്കുന്നു, എന്തിലൂടെയാണ് ഒരു വിമോചനം സാധ്യമാകുക, എന്താണ് ലക്ഷ്യം വെക്കുന്നത്, ഇതിലൊക്കെ പരമാർത്ഥമുണ്ടോ എന്നുള്ള അന്വേഷണങ്ങൾ എപ്പോഴും ഉണ്ടാകണം. ആ അന്വേഷണങ്ങളാണ് ജ്ഞാനമാർഗത്തിലേക്ക് നമ്മെ നയിക്കുക. സ്വാഭാവികമായി വിശ്വാസം എന്നാൽ എന്ത് കേട്ടാലും തലയാട്ടി സമ്മതിക്കുന്നതാണ് എന്നാണ് നമ്മുടെ ഭാവം. ആ തലയാട്ടി സമ്മതിക്കൽ വിശ്വാസമല്ല, അത് വെറുമൊരു കീഴടങ്ങലാണ്. കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹമില്ലെന്നാണ് അതിലൂടെ നമ്മൾ പറയുക. യേശു എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചു, യേശുവിന്റെ പ്രവൃത്തി വഴി എങ്ങനെയാണ് വിമോചനം സാധ്യമായത്, എങ്ങനെയാണ് ദൈവം കരുണ ചൊരിഞ്ഞത് എന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം ഹൃദയത്തിലുണ്ടാകുമ്പോഴാണ് നാം ഓരോരുത്തരും എങ്ങനെയാണ് ലോകത്ത് രക്ഷയുടെ അനുഭവം പ്രദാനം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. ആ അറിവിൽ നിന്നാണ് ക്രിസ്തു സ്നേഹത്തെ ആനുകാലിക ലോകത്തിന് പരിഭാഷപ്പെടുത്തി കൊടുക്കാൻ, ജീവിതം കൊണ്ട് പരിഭാഷപ്പെടുത്താൻ നമുക്ക് കഴിയുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജ്ഞാനാന്വേഷണം. അടയാളങ്ങൾ തേടുന്നത് ഒരു താൽക്കാലികതയാണെങ്കിൽ ജ്ഞാനാന്വേഷണം യഥാർത്ഥത്തിൽ സത്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള കാര്യമാണ്. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികളൊക്കെയും അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. കൊളോസ്യർ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടേക്കാവണം നമ്മുടെ യാത്ര. സുവിശേഷത്തിൽ ഗ്രീക്കുകാർ യേശുവിനെ തേടി വരുന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 20 മുതൽ 26 വരെ തിരുവചനങ്ങളിൽ യേശുവിനെ തേടി വരുന്ന ഗ്രീക്കുകാരെ സംബന്ധിച്ച് നമുക്ക് കാണാൻ പറ്റും. ഗ്രീക്കുകാരുടെ സ്വഭാവം എന്താണെന്ന് 1 കൊരിന്ത്യർ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 22 മുതലുള്ള തിരുവചനങ്ങളിൽ വ്യക്തമായി പറയുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു, യഹൂദർ അടയാളങ്ങൾ തേടുന്നു, ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് മോശവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു. വിജ്ഞാനാന്വേഷണവും അടയാളത്തിന്റെ അന്വേഷണവും ലോകത്തിന്റെ മാർഗത്തിലൂടെ മാത്രമാകുമ്പോൾ നാം മോശത്വമാണ് കുരിശെന്ന ധാരണയിലേക്ക് എത്തിച്ചേരും. പലപ്പോഴും ജീവിത സഹനങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ
ഇതൊരു ഭോഷത്വമാണ് എന്നാണ്. നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾക്കകത്ത് അടയാളങ്ങൾ നമ്മൾ തേടും, വിജ്ഞാനം അന്വേഷിക്കും. ആ വിജ്ഞാന അന്വേഷണം പലപ്പോഴും പതറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ ഗ്രീക്കുകാർ അന്വേഷിക്കുന്നത് വിജ്ഞാനമാണ്. സ്വാഭാവികമായി ആ വിജ്ഞാന അന്വേഷണം എത്തിച്ചേരുന്നത് യേശുവിന്റെ മുൻപിലാണ്. യേശു അവരോട് പറയുകയാണ്, യോഹന്നാൻ 12:24, ഗോതമ്പ് മണി നിലത്ത് വീട് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ വേറെ ഫലം പുറപ്പെടുവിക്കും. യേശു ഇവിടെ ജ്ഞാനാന്വേഷികളായ ഗ്രീക്കുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രമേയം ഒരു വിത്തിനെ സംബന്ധിച്ചാണ്. അത് വിജ്ഞാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ വിജ്ഞാനത്തിലൂടെയാണ് യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് ഈ അന്വേഷകരെ യേശു എത്തിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഒരു വിത്ത് ഈ മണ്ണിൽ കുഴിച്ചിടുമ്പോൾ അത് അഴുകാനിടയായില്ലെങ്കിൽ അതിനകത്ത് നിന്നൊരു പുതിയ ചെടി ഉയർന്നു വരില്ല. നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന കാര്യമാണ് ക്രിസ്തു പറയുന്നത്. ഒരു ഗോതമ്പ് മണി സാധാരണ രീതി വെച്ചിരുന്നാൽ അത് അഴുകുന്നില്ലെങ്കിൽ അതിൽ നിന്ന് ഫലമൊന്നും ഉണ്ടാകില്ല. അത് മണ്ണിൽ കുഴിച്ചിട്ട് അത് അഴുകിത്തീരുമ്പോൾ അതൊരു ചെടിയെ മുളപ്പിക്കും. ഗോതമ്പ് മണി അതിന്റെ സമ്പൂർണതയിലെത്തുന്നത് ഒരു ചെടിയായി അത് മുളച്ച് അതിൽ ഗോതമ്പുണ്ടായി ഫലം പുറപ്പെടുവിക്കുമ്പോൾ മാത്രമാണ്. ഓരോ ഗോതമ്പ് മണിക്കും ഈ ധർമ്മമുണ്ട്. ആ ധർമ്മം നിറവേറ്റുന്നില്ലെങ്കിൽ ആ ഗോതമ്പ് മണി നഷ്ടപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രശ്നങ്ങളും നാം നേരിടുന്ന ജീവിതത്തിന്റെ ദുർഘടഘട്ടങ്ങളുമൊക്കെ ഈ അഴുകിത്തീരലിന് വേണ്ടിയുള്ള അവസരമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഫലം പുറപ്പെടുവിക്കുന്നവനായി മാറണമെങ്കിൽ അഴുകിത്തീരണം. ഞാൻ എന്ന എൻ്റെ ബോധം നഷ്ടപ്പെടുമ്പോൾ മാത്രമേ എനിക്ക് പുറത്തു കടക്കാനാവൂ. പുറത്തു കടന്നാൽ മാത്രമേ അപരത്വത്തിലേക്ക് ഞാൻ എത്രത്തോളം ഉന്മുഖമാകുന്നു, അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നവനായി മാറാൻ എനിക്ക് കഴിയൂ എന്നാണ് യേശു ഈ വാക്യത്തിലൂടെ പറയുന്നത്. നമ്മൾ ഏറെ ചർച്ച ചെയ്യുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഗോതമ്പ് മണിയുടെ ഉപമ. അത് നിലത്ത് വീണാൽ അഴുകണം, അഴുകി അത് മുളയ്ക്കണം, അതിലൂടെ ഫലം പുറപ്പെടുവിക്കണം. നമ്മൾ ഓരോരുത്തരും ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുക പരിശോധിച്ചാൽ ഒന്നും നേടാനോ കൊണ്ടുപോകാനോ കഴിയാത്ത മനുഷ്യർ. ഇവിടെ നമ്മൾ പഠിക്കുന്നതും അധ്വാനിക്കുന്നതും നേടുന്നതും ഒന്നും താൽക്കാലികതയ്ക്ക് അപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. എന്ത് നേടിയാലും അവസാനം അത് വ്യർത്ഥമാകും. ഒന്നും നിലനിൽക്കുന്നതല്ല. സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു ചോദ്യം, പിന്നെ എന്തിന് ഈ കഷ്ടപ്പാടുകൾ സഹിക്കണം, ഈ ഭാരങ്ങൾ വഹിക്കണം? എന്താണ് അതുകൊണ്ട് മെച്ചമുണ്ടാകുക? നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഗോതമ്പ് മണി നമ്മുടെ മുമ്പിൽ കാട്ടിത്തരുന്നത് പോലെ അതൊരു പുതിയ ചെടിയെ മുളപ്പിക്കുകയും അതിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുകയും ആ ഫലം വീണ്ടും നിലത്ത് വീണഴുകുകയും അതിൽ നിന്ന് പുതിയ ചെടി മുളയ്ക്കുകയും, അപ്പോൾ കേവലമായ ഒരു പാരമ്പര്യം നിലനിർത്തുകയാണോ അതിന്റെ ലക്ഷ്യം? അതല്ലെങ്കിൽ ഈ ഫലദായകത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ ജീവിത സാക്ഷാത്കാരമായിട്ട് അനുഭവിക്കുകയാണോ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ക്രിസ്തു പറയുന്നത്. ഒരു വസ്തു അതിന്റെ ധർമ്മം നിറവേറ്റുമ്പോഴാണ് അത് നല്ലതാണെന്ന് നമ്മൾ പറയുക. ഒരു വസ്തുവിന്റെ ധർമ്മം നിറവേറ്റും. നമ്മുടെ വീട്ടിലൊരു കസേരയുണ്ട്, പക്ഷെ ഇരിക്കാൻ കൊള്ളില്ല. അങ്ങനെ വന്നാലോ അത് എന്തായിട്ട് നമ്മൾ കരുതും? ഒരു വേസ്റ്റായിട്ട്, ഒരു ഭാരമായിട്ട് നമ്മൾ കരുതും. നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കായി വ്യയം ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക, സാക്ഷാത്കരിക്കാൻ പറ്റുക. ലവ് ഈസ് സാക്രിഫിഷ്യൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ ബലിയിലൂടെയാണ് നമ്മുടെ ആത്മത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഏറ്റവും എളുപ്പത്തിൽ പറയാം, നമ്മുടെ കയ്യിൽ കുറച്ച് ഭക്ഷണമുണ്ട്, വിശക്കുന്ന ഒരാൾ നമ്മുടെ മുമ്പിലുണ്ട്, നമുക്കും വിശപ്പുണ്ട്.
നമ്മുടെ കയ്യിലുള്ള ഭക്ഷണം അയാൾക്ക് വിളമ്പി കൊടുക്കുമ്പോൾ നാം ഒരു ഇല്ലായ്മ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നാം ഈ കൊടുക്കുക എന്ന പ്രവൃത്തിയിലൂടെ അനുഭവിക്കുന്ന ആത്മാവിഷ്കാരത്തിന്റെ പൂർണ്ണത ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ നമുക്കുണ്ടായില്ല. ഭക്ഷണം ഒരു താൽക്കാലിക ആവശ്യം നിറവേറ്റും, നമ്മുടെ വിശപ്പ് ശമിക്കും. പക്ഷേ ഭക്ഷണം നാം വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ, ഒരു ഉപേക്ഷ വഴി മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ, നമ്മുടെ ആവശ്യമെന്ന ആ ചട്ടക്കൂടിന് പുറത്തു കിടന്ന് അവരിലേക്ക് നമ്മെ തന്നെ ഉന്മുഖമാക്കുമ്പോൾ നാം അനുഭവിക്കുന്നതിന്റെ പേരാണ് സാക്ഷാത്കാര അനുഭവം. നമ്മൾ ദൈവത്തിന്റെ വചനത്തെ മനസ്സിലാക്കുന്നു, നമ്മൾ ആ കേട്ട വചനത്തെ ധ്യാനിക്കുന്നു, അതിനെ അനുഭവിക്കുന്നു. പക്ഷേ നമ്മൾ എപ്പോഴാണ് സാക്ഷാത്കാരത്തിലേക്ക് എത്തുക? ടു നോ, ടു അണ്ടർസ്റ്റാൻഡ്, ടു എക്സ്പീരിയൻസ്, ടു റിയലൈസ്, ദെൻ ലീവ്. ജീവിതം ഉണ്ടാകുന്നത് സാക്ഷാത്കാരത്തിലാണ്. ഈ സാക്ഷാത്കാര അനുഭവം യഥാർത്ഥത്തിൽ ഉണ്ടാകണം എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഭൗതിക ജീവിതത്തിൽ നമുക്ക് നേടാവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ ഭൗതിക വസ്തുക്കളോ ഈ ലോകത്തിന്റെ ബന്ധങ്ങളോ ഒന്നുമല്ല, സാക്ഷാത്കാര അനുഭവം. ഒരു കുശവൻ കളിമണ്ണ് കൊണ്ട് ഒരു കലമുണ്ടാക്കുമ്പോൾ, തന്നെ ആ പ്രവൃത്തിക്കായി പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ, ആ കലം പണി പൂർത്തിയാകുമ്പോൾ അയാൾ അത് അനുഭവിക്കുന്നു. അത് മറ്റൊരാൾ ഉപയോഗിക്കുമ്പോൾ അയാൾ സാക്ഷാത്കാര അനുഭവത്തിലേക്ക്, തന്നെ അനുഭവിക്കുന്നതിലേക്ക് വരും. നമ്മൾ സാധാരണ യേശു അനുഭവത്തിലേക്ക് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഈ യേശു അനുഭവം നമുക്ക് സാധ്യമാകാത്തത് നമ്മൾ തേടുന്നത് ഈ അടയാളങ്ങളിലായി പോകുന്നതാണ്. യേശു അനുഭവം നമ്മൾ തേടുന്ന എവിടെയാ? പ്രാർത്ഥിക്കുമ്പോൾ കുളിരുണ്ടായി, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിന് സമാധാനം ഉണ്ടായി, പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവ്യ വെളിച്ചം ഉണ്ടായി, ഒരു സ്വരം കേട്ടു, നമുക്ക് സന്തോഷമായി. അടയാളങ്ങൾ തേടുക. അല്ലെങ്കിൽ നാം ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കകത്തായിരിക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കുന്നു, നമുക്ക് സന്തോഷമായി. ഇവിടെ നാം ഒരു അനുഭവ തലത്തിൽ വരെ മാത്രം എത്തുള്ളൂ. ആദ്യം നാം വചനം കേൾക്കും, അതിനെ മനസ്സിലാക്കും, മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു അനുഭവം ഉണ്ടാവും. ആ അനുഭവത്തിൽ നമ്മൾ നിൽക്കും. ഈ അനുഭവം നമ്മെ നയിക്കേണ്ടത് ഒരു സാക്ഷാത്കാരത്തിലേക്കാണ്. ഉണ്ടായത് യേശു അനുഭവമാണെങ്കിൽ, യേശു സത്യമാണെന്ന് ബോധ്യമുണ്ടായാൽ പിന്നെ യേശുവിനെ പോലെ അവരന് വേണ്ടി മരിക്കുക എന്ന ദൗത്യം നിറവേറ്റുമ്പോഴാണ് ഞാൻ എന്നിൽ നിന്ന് പുറത്തു കിടന്ന് ഈ സാക്ഷാത്കാരത്തിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ ഞാനും നീയും രണ്ടല്ല എന്നൊരു യാഥാർത്ഥ്യം, ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം ഞാൻ അനുഭവിക്കുന്നതിന്റെ പേരാണ്. അതുകൊണ്ട് അടയാളങ്ങൾ തേടുകയും വിജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ നാം യഥാർത്ഥ ജ്ഞാനമായ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുകയും ആ ക്രിസ്തുവിനെ അനുഭവിക്കുകയും ഈ അനുഭവിച്ച ക്രിസ്തുവിനെ അവരനു വേണ്ടി മുറിച്ചു വിളമ്പുകയും, അങ്ങനെ വിളമ്പുന്നതിലൂടെ ഞാൻ സാക്ഷാത്കാര അനുഭവം, ഞാനും യേശുവും രണ്ടല്ല എന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുകയും എന്നിട്ട് ജീവിക്കണം. അതാണ് ക്രൈസ്തവ ജീവിതം. യേശു ഗോതമ്പ് മണിയുടെ ഉപമ പറയുമ്പോൾ അതിനകത്ത് രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന കാര്യം. എനിക്ക് ഞാനായിരുന്നു കൊണ്ട് ക്രിസ്തു സാക്ഷാത്കാരത്തിലെത്താൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് തുടർന്ന് പറയുന്നത്, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു, ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ അത് കണ്ടെത്തുന്നു. യേശുക്രിസ്തുവിൽ മാത്രമേ ജീവന്റെ പൂർണ്ണത കണ്ടെത്താൻ കഴിയൂ. അതല്ലെങ്കിൽ ഈ ജീവിതം നാം എത്ര പരിശോധിച്ച് നോക്കിയാലും നമുക്ക് കാണാം, ജനിച്ച് ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ച് പഠിച്ച് അധ്വാനിച്ച് പണമുണ്ടാക്കി എല്ലാം ചെയ്തതിന് ശേഷം സംഭവിക്കുന്ന മരണമാണ്. മരണത്തിലെത്തുമ്പോൾ ഒരു ജീവിതം അവസാനിക്കുന്നുവെങ്കിൽ ആ ജീവിതം എന്ത് നേടി എന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടാകില്ല. എന്തിന് ഈ പെടാപ്പാട് പെടണം? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതുകൊണ്ട് എന്ത് മെച്ചം? എന്തിന് ജനിച്ചു? അർത്ഥമറിയാത്താട്ടമായിട്ട് ജീവിതം മാറും. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ജീവിതം അർത്ഥപൂർണമായിട്ട് മാറുക? അത് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് എന്തെന്ന് ബോധ്യമുണ്ടാകുമ്പോഴാണ്. അവിടെയാണ് പറയുന്നത്, ഈ ലോകത്തിൽ തന്റെ ജീവനെ സ്നേഹിക്കുന്നവർ. നമ്മളൊക്കെ നമ്മുടെ ജീവനെ സ്നേഹിക്കുന്നവരാണ്. നമ്മുടെ നിലനിൽപ്പാണ് നമുക്ക് പരമപ്രധാനമായിട്ടുള്ളത്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോക ജീവിതത്തിനകത്ത് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ അവനവനെയാണ്.
അവനവൻ സ്നേഹം എപ്പോഴും ഒരു അടഞ്ഞ വാതിലാണ്. പുറമേ നിന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ ആരെയും അനുവദിക്കില്ല. നമ്മിൽ നിന്ന് പുറത്തു കടക്കാൻ ഒട്ടും നാം ശ്രമിക്കുകയില്ല. വാതിലില്ലാത്തൊരു ലോകമാണ്, അടഞ്ഞ മുറിയാണ് യഥാർത്ഥത്തിൽ സ്വയം സ്നേഹം. അപ്പൊ അങ്ങനെയാണല്ലോ ആളുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളെ ആദ്യം സ്നേഹിക്കുക, എന്നാലേ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റൂ. നിങ്ങൾ സ്നേഹിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് ലോകത്തെ സ്നേഹിക്കാൻ കഴിയില്ല. ആദ്യം പറഞ്ഞ ലോകത്തിന്റെ വിജ്ഞാനമാണ് നിങ്ങളെ സ്നേഹിക്കണം, എങ്കിലേ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റൂ. നിങ്ങളെ സ്നേഹിക്കുന്ന കാലത്തോളം നിങ്ങളുടെ ജീവനെ നഷ്ടപ്പെടുത്തും. നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ കഴിയില്ല. സ്നേഹത്തിന്റെ ഒഴുക്കാണ് ജീവൻ എന്ന കാര്യം മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ചോദിക്കും, അങ്ങനെ നമ്മളെ സ്നേഹിക്കാതെ നമ്മളെ ദ്വേഷിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ എങ്ങനെ നമുക്ക് കഴിയും? നമ്മളെ ദ്വേഷിച്ചുകൊണ്ട് മാത്രമേ, ജ്ഞാനമാകുന്ന ക്രിസ്തു നമ്മോട് പറയുകയാണ്, നിങ്ങൾ ദ്വേഷിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ പറ്റൂ. അപ്പൊ പിന്നെ എങ്ങനെയാണ് നമുക്ക് സ്നേഹം കിട്ടുക? എങ്ങനെയാണ് നമുക്ക് സ്നേഹാനുഭവം ഉണ്ടാകുക? നമ്മളെപ്പോഴും ഒരു ദൈവാനുഭവത്തിന് വേണ്ടി, ഒരു ദൈവത്തിന്റെ സ്നേഹാനുഭവത്തിന് വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്നവരാണല്ലോ പലതരത്തിൽ. ചിലർ വിചാരിക്കുന്നത് അത്ഭുതമുണ്ടാകുന്നതാണ് സ്നേഹാനുഭവം, ജീവിതാവശ്യങ്ങൾ നിറവേറുന്നതാണ് സ്നേഹാനുഭവം എന്നാണ്. യഥാർത്ഥത്തിൽ സ്നേഹാനുഭവം ഉടനെ വരുന്നതാണ്. യഥാർത്ഥത്തിൽ സ്നേഹാനുഭവം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഒരു ഒഴിഞ്ഞ പാത്രം ആവശ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചാണ്, മറിയം വെൺകൽ ഭരണിയിലുള്ള നാർദീൻ തൈലം യേശുവിന്റെ കാൽപാദത്തിൽ ഒഴിച്ചു കളഞ്ഞു. കാലിയാകാത്ത ഒരു പാത്രത്തിനും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. ഞാൻ എന്തിനെയാണോ ഇഷ്ടപ്പെടുന്നത്, ഞാൻ എന്തിനാണോ കേന്ദ്രീകരിച്ചിട്ടുള്ളത്, ഞാൻ എന്താണെന്ന് ഞാൻ കരുതുന്നുവോ എന്ന ആ നിറവിനെ എത്രത്തോളം എനിക്ക് കൈവിടാൻ പറ്റുന്നുവോ അത്രത്തോളം മാത്രമേ എനിക്ക് സ്നേഹം അനുഭവിക്കാൻ പറ്റൂ. നമ്മൾ സ്നേഹം പ്രതീക്ഷിക്കുന്ന ആരെന്ന? മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്ന ആളാരാണ്? അത് ഞാനാ. ആ ഞാൻ ഒഴിയണം. ഞാൻ ഒഴിയുമ്പോൾ എനിക്ക് പിന്നെ എവിടെ നിന്ന് സ്നേഹം കിട്ടും? അപ്പോഴാണ് ക്രിസ്തു സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റുക. എന്നെ പ്രതി സ്വയം ഉപേക്ഷിച്ച ഒരുവനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നതിന്റെ പേരാണ് ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സായുജ്യം. എനിക്ക് വേണ്ടി, എൻ്റെ കുറവുകൾക്ക് വേണ്ടി പരിഹാര ബലിയാകാൻ തന്നെ ഉപേക്ഷിച്ച് ദൈവിക സമാനത കൈവിട്ട് ഈ ലോകത്ത് വന്ന് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് അവസാനത്തുള്ള രക്തവും ചിന്തി സ്വയം ഉപേക്ഷിച്ച ഒരുവൻ എങ്ങനെയാണോ പിതാവിന്റെ സ്നേഹത്താൽ നിറയുന്നത്, ആത്മാവിന്റെ സമൃദ്ധിയിൽ ജീവജലത്തിന്റെ അരുവികൾ ഒഴുക്കുന്നവനായി മാറുന്നത്, ഈ അനുഭവം എനിക്കുണ്ടാകണമെങ്കിൽ ഞാൻ എന്ന് പറയുന്ന എൻ്റെ ബോധത്തെ ഞാൻ കൈവിടുന്നു. എന്നോടുള്ള സ്നേഹത്തെ, മമതയെ ഞാൻ കൈവിടുന്നു. അപ്പൊ എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയണമെങ്കിൽ ക്രിസ്തു സ്നേഹത്തിലേക്ക് ഞാൻ തിരിയണം. യേശു എങ്ങനെയാണ് പിതാവിനെ സ്നേഹിച്ചതെന്നും പിതാവിന്റെ സ്നേഹാനുഭവത്തിന്റെ കീഴിലായിരുന്നതെന്നും പരിശുദ്ധാത്മാവാകുന്ന സ്നേഹത്തിന്റെ നീരുറവയെ തന്റെ ഹൃദയത്തിൽ നിന്ന് ലോകത്തിലേക്ക് ഒഴുക്കിയതെന്നും തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് നമുക്ക് സ്നേഹാനുഭവം ഉണ്ടാകുക. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് റോമർ ലേഖനത്തിൽ 8:35-37 തിരുവചനങ്ങളിൽ പറയുന്നത്, ഈ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തി? പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ മരണമോ എന്തു വേണമെങ്കിലും വന്നുകൊള്ളട്ടെ, ലോക പ്രതികൂലങ്ങൾ എന്തു വന്നാലും അതെന്നെ തകർക്കുകയില്ല. കാരണം ക്രിസ്തു സ്നേഹം എൻ്റെ അകത്തുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ പഠിപ്പിക്കുന്നത് സാക്രിഫീഷ്യൽ വാല്യൂ ആണ്. ലവ് ഈസ് സാക്രിഫീഷ്യൽ. സ്നേഹം ഒരു ഉപേക്ഷയാണ്, ഒരു ബലിയാണ്, ഒരു മരണമാണ്. ഉത്തമഗീത പറയുന്നുണ്ട്, സ്നേഹം മരണത്തെക്കാൾ ശക്തം. അവനവൻ ഉപേക്ഷ വഴിയല്ലാതെ അവരെന്നെ സ്നേഹിക്കാൻ കഴിയില്ല. അവരെന്നെ സ്നേഹിക്കുമ്പോൾ നമ്മിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഈ ഒഴുക്കാണ് ജീവൻ നിലനിർത്തുന്നത്. ഒഴുക്കില്ലാത്ത വെള്ളമൊക്കെ മലിനാന്ന് നമുക്കറിയാലോ. കെട്ടിക്കിടക്കുന്ന ജലം ജീവനില്ലാത്ത ജലം. ഒഴുക്കാണ് ജലം. ഈ ഒഴുക്ക് എന്ന് പറയുന്നതാണ് പുഴ. പുഴയായിരിക്കുന്നത് വെള്ളമുള്ളത് കൊണ്ടല്ല, അത് ഒഴുകുന്നത് കൊണ്ടാണ്. ആ ഒഴുക്കാണ് പുഴ. ആ ഒഴുക്ക് മാത്രമേ കടലിലെത്തിച്ചേരൂ. കടലിലെത്തിച്ചേരുമ്പോഴേ പുഴ അതിന്റെ പൂർണ്ണത പ്രാപിക്കൂ. ആത്മാവിഷ്കാരത്തിന്റെ സമ്പൂർണത സ്വയം ഉപേക്ഷയാണ്. അതുകൊണ്ട് ഞാൻ എത്രത്തോളം എന്നെ കരുതുന്നുണ്ട്, എന്റെ കാര്യങ്ങളിൽ ഉത്സുകനാണ്, എന്റെ ഇഷ്ടത്തിൽ ഞാൻ കുടുങ്ങുന്നുണ്ട്, ഞാൻ എത്രത്തോളം എന്നിൽ കുടുങ്ങിപ്പോകുന്നുണ്ടെന്ന് ആലോചിക്കണം. ഞാൻ എന്നിൽ കുടുങ്ങുമ്പോൾ എനിക്ക് ക്രിസ്തുവിനെ അനുഭവിക്കാൻ സാധ്യമല്ല, വിജ്ഞാനം അനുഭവിക്കാൻ സാധ്യമല്ല, സ്നേഹാനുഭവം ഉണ്ടാകുന്നില്ല. ജീവന്റെ ജലമായി
ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ ഉപേക്ഷ വഴി ക്രിസ്തു സ്നേഹത്തിന്റെ അരിവുകൾ ലോകത്തേക്ക് ഒഴുക്കുമ്പോൾ ഞാൻ സാക്ഷാത്കാര അനുഭവത്തിലേക്ക്, സമ്പൂർണതയിലേക്ക് വരും. അപ്പൊ ഇത് എത്രത്തോളം നമുക്ക് സാധ്യമാകുന്നുണ്ട് എന്ന് ആലോചിക്കണം. അവനവൻ ഉപേക്ഷ. അതുകൊണ്ടാണ് ക്രിസ്തു തന്നെ അനുഗമിക്കണമെങ്കിൽ ഡിനേ ഹിംസെൽഫ്, എന്റെ പിന്നാലെ വരുന്നവൻ സ്വയം ഉപേക്ഷിക്കണം എന്ന് വിശുദ്ധ മത്തായി സുവിശേഷം 16:24 പറയുന്നത്. നാം ഇപ്പോ കുരിശിന്റെ വഴി നടത്തുകയും കുരിശിനെ അനുഗമിക്കുകയൊക്കെ ചെയ്യുന്നതിനെ അനുസ്മരിക്കുകയാണല്ലോ. ഈ കുരിശിന്റെ വഴി എന്ന് പറയുന്നത് ഇതൊരു കുരിശാണ്. സ്നേഹത്തോളം വലിയ കുരിശില്ല. സ്നേഹം ഒരു കുരിശാണ്. സ്നേഹിക്കുന്നവൻ നഷ്ടപ്പെടുക, സ്വയം നഷ്ടപ്പെടുന്നവൻ അവന് ഭക്ഷണമായി മാറുമ്പോൾ സ്വന്തം അസ്തിത്വം ഉപേക്ഷിക്കുന്നവൻ അവനിൽ ജീവിക്കുന്നു. അങ്ങനെ ഞാൻ എന്നിൽ നിന്ന് പുറത്തു കിടന്ന് അവരത്വത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ ഒരു ശൂന്യത അനുഭവിക്കുന്നു. ആ ശൂന്യത ക്രിസ്തുവിന്റെ സമൃദ്ധിയാൽ നിറയുന്നു. ആ സ്നേഹാനുഭവമാണ് ക്രിസ്തു അനുഭവം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അങ്ങനെ ഞാൻ എവിടെയൊക്കെ എന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ എത്രത്തോളം കുറച്ചിട്ടുണ്ടോ, ഞാൻ എത്രത്തോളം ശൂന്യനായിട്ടുണ്ടോ, എൻ്റെ ഇഷ്ടങ്ങളിൽ നിന്ന് എനിക്ക് വിമോചനം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അത്രത്തോളമാണ് ഉദ്ധാന അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയുക. ഈ പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നിത്യജീവനിലേക്ക് നമ്മെ കാത്തുവെക്കാനുള്ള പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല. നമ്മളിതൊക്കെ ചെയ്യുന്നത് സഹനമായിട്ടും ക്ലേശമായിട്ടും ഭാരമായിട്ടുമാണ്. നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നു, ലോകത്തിന് വേണ്ടി ജീവിക്കുന്നു പറഞ്ഞാൽ ഒരു ഭാരമായിട്ടാണ്. എന്തൊരു കഷ്ടം ഈ ജീവിതം എന്ന് വിചാരിച്ചിട്ടാണ്. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീർന്നിടും ഞാൻ, കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീർന്നിടും ഞാൻ. അതുകൊണ്ടാണ് ശ്ലീഹ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ആയിത്തീരുമ്പോ, അവനവൻ ഉപേക്ഷിക്കുമ്പോ, എന്റെ പിന്നാലെയാകുമ്പോ, എന്നെ ശുശ്രൂഷിക്കുമ്പോ, എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നോടൊപ്പമായി തീരും. അങ്ങനെ ലോകത്തെ ക്രിസ്തുവിൽ ശുശ്രൂഷിക്കുമ്പോൾ നാം ശുശ്രൂഷകനായ ക്രിസ്തുവിനോടൊപ്പമായി തീരും. അങ്ങനെ ശുശ്രൂഷകനായ ക്രിസ്തുവിനോടൊപ്പമായി തീരുമ്പോൾ പിതാവ് നമ്മെ ബഹുമാനിക്കും. നമ്മൾ ആലോചിച്ച് നോക്കണം, നമുക്ക് നൽകപ്പെട്ട വാഗ്ദാനം ചെറുതല്ല. പിതാവ് നിങ്ങളെ സ്നേഹിക്കും എന്നല്ല പറയണേ, പിതാവ് നിങ്ങളെ ബഹുമാനിക്കും, പുത്രത്വത്തിൽ ബഹുമാനിക്കും. മക്കളെക്കുറിച്ചൊക്കെ അഭിമാനം പറയില്ലേ? അവർ ലക്ഷ്യം നിറവേറ്റി കഴിയുമ്പോൾ, നമ്മുടെ ഇഷ്ടമൊക്കെ താല്പര്യമൊക്കെ പൂർത്തീകരിച്ച് അവർ നല്ല ജീവിതം നയിക്കുന്നു പറയുമ്പോൾ അവർ നന്നായിട്ട് ജീവിക്കുന്നു, അവരെക്കുറിച്ച് അഭിമാനിക്കുന്നു. നമ്മളെക്കുറിച്ച് ദൈവം ബഹുമാനിക്കും എന്ന് പറയുന്നത് ഈ സ്വയം ഉപേക്ഷ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. നമ്മൾ ബഹുമാനിതരായി തീരുന്നത് ലോകത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴല്ല, അടയാളങ്ങൾ തേടി അതിന്റെ പിന്നാലെ പായുമ്പോഴല്ല, വിജ്ഞാനം അന്വേഷിക്കുമ്പോഴല്ല, യഥാർത്ഥ ജ്ഞാനമായ ക്രിസ്തുവിൽ ജീവിതത്തെ അവരന് വേണ്ടി അർപ്പിക്കാനുള്ള യാഗവസ്തുവായി തിരിച്ചറിയുകയും അതിന്റെ വിമോചനകരമായ മൂല്യം മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ്. സെൽഫിന് എത്രത്തോളം കൈവിടാൻ പറ്റുന്നുവോ അത്രത്തോളം വിശാലതയാണ്, സ്വാതന്ത്ര്യമാണ്. സാധാരണ നമ്മൾ വിചാരിക്കുന്നത് ഇഷ്ടങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ് സ്വാതന്ത്ര്യം എന്നാണ്. പക്ഷെ ഒരു കാര്യം വേണ്ട എന്ന് പറയാനും ഒരു സ്വാതന്ത്ര്യം വേണം. ആരെയാണ് ജയിക്കേണ്ടത്? ഈ ലോകത്ത് നമുക്ക് ജയിക്കാനുള്ളത് ഒരാളെയാണ്, അത് അവനവനെയാണ്. അവനവനെ മറികടന്നാൽ, അപരത്വത്തിലേക്ക് ഉന്മുഖമായാൽ ക്രിസ്തുവിനെ അനുഭവിക്കാം. ക്രിസ്തുവിൽ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. സ്വയം ഉപേക്ഷ ഒരു ഗോതമ്പ് മണിയാണെന്ന് സ്വയം കരുതണം. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് വന്നതെന്ന് കരുതണം. തിരിച്ചറിയണം, അവരന് ജീവൻ നൽകുക എന്ന പ്രവൃത്തി സ്വയമുപേക്ഷ വഴി നമ്മൾ നിർവഹിക്കുമ്പോൾ, സ്നേഹം ഒരു പ്രവാഹമായി മാറുമ്പോൾ നാം ജീവിക്കുന്നത് നാം തിരിച്ചറിയും, അർത്ഥപൂർണമാകും. അത്രയും കാലം നമ്മൾ അനുഭവിക്കുന്നത് നാം മിഥ്യകളെയാണ്, നാം എന്ന് കരുതുന്നതിനെയാണ്, നമ്മുടെ ഇഷ്ടങ്ങളെയാണ്. അവയൊന്നും നിലനിൽക്കുന്നില്ല. എത്രയോ കാലമായി ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം ഇതുവരെ വിശപ്പ് മാറ്റിയിട്ടില്ല. എത്രയോ കാലമായി സന്തോഷത്തിന് വേണ്ടി നിരവധി പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു, ഒരു പ്രവൃത്തിയും സന്തോഷിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നാം തുടരുന്നു, പുതിയവ തേടുന്നു. അന്വേഷണങ്ങളിലേക്ക് നീളുന്നതിന്റെ സുഖാന്വേഷണങ്ങളുടെ പ്രധാന കാര്യം എന്താണ്? ഒരു സുഖവും പൂർണ്ണമായില്ലെന്നാ, ഒരു സുഖവും നിലനിൽക്കുന്നില്ലെന്നാ, ഒരു സന്തോഷവും നിലനിൽക്കുന്നില്ലെന്നാ. സന്തോഷം നഷ്ടപ്പെട്ടു പോകാവുന്ന മാത്രമാണ്. അതേക്കുറിച്ച് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. അതിനെക്കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് പറയാം. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, ഒരു കളിപ്പാട്ടം കിട്ടി, കുട്ടി സന്തോഷിക്കുന്നു, കളിപ്പാട്ടം പൊട്ടിപ്പോയി സങ്കടപ്പെടുന്നു. സുഖദുഃഖങ്ങൾക്കിടയിലുള്ള
സന്തോഷങ്ങൾക്കിടയിലുള്ള ഒരു ഏറ്റ ഇറക്കം മാത്രമായി, ഒരലച്ചിൽ മാത്രമായിട്ട് ജീവിതം മാറുന്നു. എവിടെ അതിനേക്കാൾ ഉപരിയായ ഒന്നിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുവോ, എവിടെ അവനവനെ ഉപേക്ഷിച്ച് സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ ഉപരി ക്രിസ്തു സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നുവോ, അവനിലാണ് ജീവിതം എന്ന് ഉറപ്പിക്കുന്നുവോ, അവിടെ ലഭിക്കുന്ന ഒരു കാര്യത്തിന്റെ പേരാണ് ആനന്ദം. അത് സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അത് നമ്മുടെ സ്നേഹം അവരന് വേണ്ടി പകർന്നു കൊടുക്കുമ്പോൾ ക്രിസ്തു സ്നേഹം നമ്മിലേക്ക് ഒഴുകുന്നു എന്നതിൽ നിന്നാണ്. അപരിമേയമായ സ്നേഹം നമ്മിലേക്ക് ഒഴുകുന്ന അനുഭവം ഉണ്ടാകും. എത്രത്തോളം നമ്മൾ കൊടുക്കുന്നുവോ അത്രത്തോളം ഈ സ്നേഹം ഒഴുകും. അതുകൊണ്ടാണ് അളവില്ലാതെ വർഷിക്കുന്ന ആത്മാവെന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. നമ്മളെപ്പോഴും അളവില്ല എന്ന് പറയുമ്പോൾ ഒരു തീജ്വാല നമ്മുടെ തലയുടെ മുമ്പിൽ മേലെ വന്ന് നിൽക്കുന്നതായിട്ടും നമ്മൾ അത്ഭുത ശക്തിയുള്ളവരായിട്ട് മാറുന്നതായിട്ടും നമ്മൾ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അളവില്ലാതെ സ്നേഹം ഒഴുകുന്നുണ്ട്. ആ സ്നേഹം നമ്മുടെ കാലിപ്പാത്രത്തിനാണെങ്കിലേ സ്വീകരിക്കാൻ പറ്റൂ. കാലിപ്പാത്രം ഉണ്ടാകണമെങ്കിൽ അകമേ നിറഞ്ഞിട്ടുള്ള സ്നേഹത്തെ, അവനവനോടുള്ള പ്രിയത്തെ അപരപ്രിയത്വമാക്കി മാറ്റാൻ പറ്റണം. അങ്ങനെ അപരപ്രിയത്വം ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുമ്പോൾ നമ്മുടെ ഈ പാത്രം കാലിയാവും തോറും അപരിമേയമായ സ്നേഹം നമ്മിലേക്ക് വന്നു നിറയുന്ന അനുഭവം ഉണ്ടാവും. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ക്രിസ്തുവിന്റെ സഹനം വ്യർത്ഥമല്ല എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ അവനവന്റെ സഹനവും വ്യർത്ഥമല്ലെന്ന് ഉറപ്പിക്കണം. ഓരോ സഹനവും കഷ്ടതയും ഞെരുക്കവും ക്ലേശവും നമ്മെ നഷ്ടപ്പെടുത്താനുള്ള വഴികളാണ്. ഈ ലോകത്തിന് നമ്മൾ അങ്ങനെ നഷ്ടപ്പെടുത്തുമ്പോൾ അത് വിമോചനകരമായ മൂല്യമുള്ളതായിട്ട് മാറും. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാം, ജോസഫിനെ സഹോദരങ്ങൾ വിൽക്കുകയാണ്. ആ വിൽപ്പന എവിടെ എത്തിച്ചേരുന്നു നമുക്കറിയാം. കാരണം അത് രക്ഷയ്ക്ക് കാരണമാകുന്നു. ജോസഫിന്റെ സഹനങ്ങൾ അകാരണമായ സഹനങ്ങളാണ്, ഒന്നും ചെയ്തിട്ടല്ല. പക്ഷേ ആ സഹനം അവനെ ഫറവോയുടെ അടുത്തെത്തിക്കുന്നു. അങ്ങനെ ഫറവോയുടെ പ്രധാനപ്പെട്ട ആളായിട്ട് മാറുന്നു. അങ്ങനെ മുഖ്യാധികാരിയായി ഒടുവിൽ അവനെ ആര് വിറ്റുവോ ആ സഹോദരങ്ങളെ കൂടി രക്ഷിക്കുന്നതായിട്ട് മാറുന്നു. അങ്ങനെ ശിക്ഷകളെ രക്ഷയാക്കി മാറ്റുന്ന, ശിക്ഷിച്ചവരെ രക്ഷിക്കുന്ന, ലോകത്തൊരിടത്തും പറയാത്ത ഒരു കാര്യമാണ്. നമ്മളെ താന്നവരെ രക്ഷിക്കും, കഷ്ടപ്പെടുന്നവരെ സഹായിക്കും, നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി രക്ഷയായി മാറുന്ന അപൂർവമായ സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് ജോസഫ് ഉയരുന്നു. ആ സ്നേഹത്തിന്റെ പൂർണ്ണതയാണ് ക്രിസ്തുവിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് നമുക്കെതിരായവരെ തോൽപ്പിക്കുന്ന ഒരു ദൈവഭാവത്തെയാണ്. ജോഷുവയുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. എല്ലാവരെയും തോൽപ്പിച്ച് കീഴടക്കി രക്ഷിക്കുന്നവരാണ്. അവനവനെ തോൽപ്പിക്കുന്നതിലൂടെ അവരത്വത്തിലേക്ക് വളരുകയും അങ്ങനെ അവനവൻ രക്ഷ അനുഭവിക്കുകയും അവർക്ക് രക്ഷ പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന സാക്ഷാത്കാരത്തിന്റെ സമ്പൂർണ്ണ അനുഭവത്തിലേക്കാണ് ഹെബ്രായ ലേഖനം നമ്മെ കൊണ്ടുപോകുന്നത്. അവിടെ പറയുന്നു, ഇതേപോലെ ഒരു പുരോഹിതൻ വേറെയില്ല. സ്വയം ഉപേക്ഷ വഴി, കാരുണ്യം വഴി, സ്നേഹമായി, സഹന വഴിയിലൂടെ കടന്ന് ക്രിസ്തു ലോകത്തിന് മോക്ഷം പ്രദാനം ചെയ്യുമ്പോൾ അവൻ സ്വർഗസ്ഥിതനാവുന്നു. ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഒരു സ്വർഗഭാഗ്യം അനുഭവിക്കാൻ, അല്ലെങ്കിൽ ദൈവസ്നേഹത്തിന്റെ സമ്പൂർണ്ണത അനുഭവിക്കാൻ, ഒരു സാക്ഷാത്കാര അനുഭവത്തിലേക്ക്, ഞാനും ക്രിസ്തുവും രണ്ടല്ല എന്നൊരു അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ അവനവൻ ഉപേക്ഷയുടെ ഒരു വഴി എത്രത്തോളം ഉതകുമെന്നതിനെ കുറിച്ചാണ് സുവിശേഷം എന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. നോമ്പിന്റെ കാലഘട്ടത്തിലൂടെ കടന്ന് വിശുദ്ധവാരത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം ഓർക്കേണ്ടതും പരിശോധിക്കേണ്ടതും നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ അവലോന്മുഖമായി എത്രത്തോളം ഉപേക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, സ്വന്തം ഇഷ്ടങ്ങളിൽ കുടുങ്ങുന്നതിൽ നിന്ന് എത്രത്തോളം വിമോചനം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അവനവൻ ഉപേക്ഷ വഴി സ്നേഹത്തിന്റെ യഥാർത്ഥ മൂല്യത്തെ ആനുകാലിക പരിസരത്തിന് ക്രിസ്തുവിൽ എങ്ങനെ അനുഭവപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു പിഴവ്, നന്മ ചെയ്യുന്നുണ്ട്, സഹോദര സ്നേഹമുണ്ട്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ നാം ഈ കയറ് വിട്ടിട്ടില്ല. കയർ അവനവൻ സ്നേഹത്തിൽ കുടുങ്ങിപ്പോയി. ഞാനാണ് കേന്ദ്രം, എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള അന്വേഷണങ്ങൾ, എന്നോട് എങ്ങനെയാണ് ലോകം എന്നതിനെ കുറിച്ച് ആലോചിക്കണേ, എന്നെ എല്ലാവരും സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കണേ. കയർ എപ്പോഴും കയ്യില. ആ കയർ വിട്ടുകൊടുത്താൽ മാത്രമേ ഈ സ്നേഹത്തിന് പറക്കാൻ കഴിയൂ, യഥാർത്ഥ സ്നേഹമായിട്ട് അനുഭവപ്പെടൂ. നമ്മളെ സ്നേഹിക്കണമെന്നൊരു ചിന്ത, അവനവൻ ബോധം അകത്ത് നിലനിർത്തിക്കൊണ്ട് അവനെ സ്നേഹിക്കുമ്പോൾ അതൊരു വ്യാപാരമാണ്, കച്ചവടമാണ്. യേശു പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ വ്യാപാര സദൃശ്യമായിട്ടാകരുത്, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയോടെ ആകരുത്. നാം എത്രത്തോളം ശൂന്യവൽക്കരിക്കപ്പെടുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും ആരുമില്ലാത്തവരായി മാറുമ്പോഴും എല്ലാവരാലും അപമാനിക്കപ്പെടുമ്പോഴും നമ്മിലേക്ക് സമൃദ്ധമായി ഒഴുകുന്ന ക്രിസ്തുവിന്റെ സ്നേഹമുണ്ട് എന്ന പരമാർത്ഥം നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ
നമുക്കെതിരെയുള്ള ഈ പ്രയോഗങ്ങൾക്കൊക്കെ പകരമായി സ്നേഹമായി വ്യാപരിക്കാൻ പറ്റും. സ്നേഹം കൊടുക്കാം. അങ്ങനെ തന്നുള്ളൊഴിഞ്ഞ് എത്രത്തോളം നമുക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുമോ, ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്താൻ കഴിയുമോ, സ്വയം ദ്വേഷിക്കാൻ കഴിയുമോ, അത്രത്തോളം ക്രിസ്തു സ്നേഹം നമ്മിലേക്ക് കൊടുക്കും. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിശുദ്ധ വാരത്തിലായിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സഹനങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ അവൻ ഏറ്റവും കൂടുതൽ അവനെ പ്രയോഗവൽക്കരിച്ച മാർഗത്തെക്കുറിച്ച് അറിയണം. അത് സ്വയമുപേക്ഷയാണ്. പിതാവിന്റെ സന്നിധിയിൽ അവൻ പിതാവുമായുള്ള സമാനത കൈവിടിയുന്നു. വീണുപോയവന്റെ ഭാഗത്തേക്ക് വരുന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെടുന്നു. ദൈവിക സമാനതയെ മുഴുവൻ അവൻ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് ഏറ്റവും നിസ്സാരനായ ഒരു മനുഷ്യപുത്രനായി ജീവിക്കുന്നു. അവൻ തന്നെ പറയുന്നതും ഞാൻ മനുഷ്യപുത്രനാണെന്നാണ്. ദൈവപുത്രൻ സ്വയം അടയാളപ്പെടുത്തുന്നു, ഞാൻ ഒരു മനുഷ്യപുത്രൻ. വീണുപോയവന്റെ സാദൃശ്യത്തിനകത്ത് നിന്നുകൊണ്ട് മുന്നിലേക്ക് നമ്മെ ഉയർത്തിയ ക്രിസ്തുവിനെ ജീവിതാനുഭവമാക്കി മാറ്റാൻ ഈ വിശുദ്ധ വാരത്തിന്റെ നാളുകളിൽ നമ്മുടെ ആലോചനകൾ നമ്മെ സഹായിക്കട്ടെ. ഒരു ജീവിത നിലപാടായി ക്രിസ്തുവിനെ മാറ്റാൻ അവിടുത്തെ ആത്മാവിന്റെ വലിയ കൃപയും ശക്തിയും നമ്മുടെ മേൽ നിരന്തരം വർഷിക്കപ്പെടട്ടെ. ആ സ്നേഹത്തിന്റെ സമൃദ്ധിയിൽ ലോകത്തിന് പ്രകാശം നൽകുന്നവരായി ജീവിക്കാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.